നമസ്തേ. കഴക്കൂട്ടം മണ്ഡലത്തിലെ ജനങ്ങളെ മാസങ്ങളായി ദുരിതത്തിലാഴ്ത്തുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്തി. പുതുക്കുന്ന് പമ്പിംഗ് സ്റ്റേഷനിലെ കേടായ പമ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കുക, കഴക്കൂട്ടത്തോടുള്ള UDF സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. BJP നേതാവും കഴക്കൂട്ടം MLAയുമായ V. മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന നഗരവൽക്കരണവും ടെക്നോ പാർക്കിന്റെ വിപുലീകരണം മൂലം പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാകുമ്പോഴും അധികൃതർ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെ, സഹപ്രവർത്തകരെ,
പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ള പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൻ്റെ MLA-യുമായിട്ടുള്ള ശ്രീ പി. മുരളീധരൻ അവർ എല്ലാവർക്കും ഈ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ധർണയിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴക്കൂട്ടം നിയോജകമണ്ഡലം ഇന്ന് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരങ്ങൾ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ വിവിധ വാർഡുകളിൽ നടന്നു വരുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായി ആ MLA, നമ്മുടെ മണ്ഡലത്തിൻ്റെ MLA തന്നെ നമ്മളോട് വിശദീകരിക്കും. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പുതുകുന്ന് പമ്പ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടെ കാണേണ്ടി വന്ന ഗതികേടുകൾ, ഈ നഗരത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാട്ടിയാൽ മതി. അത് ഈ പുതുകുന്ന് പമ്പ് സ്റ്റേഷനാണ്. അതിനെക്കുറിച്ച് വിശദമായി അദ്ദേഹം പറയും. കഴക്കൂട്ടത്തോട് UDF സർക്കാർ നടത്തുന്ന അനാസ്ഥ, അതിനെതിരെ കൂടിയാണ് ഈ സമരം. കഴക്കൂട്ടം നിയോജകമണ്ഡലത്തോട് കാട്ടുന്ന അവഗണന, അനാസ്ഥ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ ഇവിടെ നടത്തുന്നത്. ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആദരണീയ MLA ശ്രീ പി. മുരളീധരൻ അവരെ ആദരവോടെ ക്ഷണിച്ചു. കഴക്കൂട്ടത്തെ ജലദൗർലഭ്യം പരിഹരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പലതരത്തിലുള്ള സമരങ്ങൾ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെല്ലാവരും ചേർന്ന് നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പിന് മുൻപ് ഓങ്ങമൂട് അവിടുത്തെ പമ്പിംഗ് സ്റ്റേഷന് മുന്നിൽ അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരമടക്കം നടത്തി. പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു പരിഹാരമുണ്ടാക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, സർക്കാർ മാറി, പുതിയ സർക്കാർ ഭരണത്തിൽ വന്നു. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തരത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഈ സമരവുമായിട്ട് വരാൻ ഞങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥയും ഈ ജലദൗർലഭ്യത്തിന് കാരണമായിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സർക്കാരിൻ്റെ മാറ്റം കഴക്കൂട്ടത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതം ഒരു വിധത്തിലും മെച്ചപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിലുണ്ടായ സംഭവം. പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിലെ 2 പമ്പുകളും ഒരേ സമയത്ത് തകരാറിലായി, കേടുപാട് വന്നു. ആ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് നടക്കുന്നില്ല എന്നുള്ള വിവരമറിഞ്ഞ് ശനിയാഴ്ച രാവിലെ ആ പ്രദേശത്തെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകളോടൊപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ പമ്പിംഗ് സ്റ്റേഷനിലെ ടെക്നീഷ്യന്മാർ പറഞ്ഞത് തലേ ദിവസം വൈകുന്നേരം തൊട്ട് പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്, കാരണം പമ്പ് തകരാറിലാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് പമ്പിംഗ് നടക്കുന്നത്. കഴക്കൂട്ടത്തെ 28 വാർഡുകളിൽ 18ഓ 19ഓ വാർഡുകളിലേക്കുള്ള വെള്ളം, ആ വെള്ളം ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. ടെക്നോ പാർക്കിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പല സ്ഥാപനങ്ങളും പ്രദേശങ്ങളും അവിടത്തേക്കുള്ള വെള്ളം പോകേണ്ടത് പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷൻ എന്നാണ്. അവസാനം ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം
ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പമ്പ് പ്രവർത്തനരഹിതമായതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു പമ്പ് ഉപയോഗിച്ച് ഭാഗികമായിട്ട് പമ്പിങ് തുടങ്ങി. പക്ഷേ ആ പമ്പ് തകരാറിലായാൽ പകരം ഒരു സംവിധാനമില്ല. മാത്രമല്ല ആ പമ്പിൻ്റെ ശേഷി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇത് നന്നാക്കാനുള്ള വഴി എന്താ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരിക? ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ നിന്നാണ് വരിക. അവർ ഫ്ലൈറ്റിലാണോ വരുന്നത് ഞാൻ അന്വേഷിച്ചു. അല്ല, തീവണ്ടിയിലാണ് വരിക എന്ന് പറഞ്ഞു. തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുമോ, റിസർവേഷൻ കിട്ടുമോ, ഇതൊന്നും അറിയില്ല. വളരെ ചുരുങ്ങിയ ദൂരേ ഉള്ളൂ, 2500 കിലോമീറ്റർ. 2500 കിലോമീറ്റർ ദൂരയിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇത്ര ദൂരെ നിന്ന് ടെക്നീഷ്യൻ വരേണ്ട ആവശ്യം എന്താ? ഈ നാട്ടിലൊന്നും ടെക്നീഷ്യന്മാരില്ലേ? അല്ല, ഞങ്ങൾക്ക് പമ്പ് സപ്ലൈ ചെയ്ത കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗാസിയാബാദിലാണ്. അതെന്താ ഈ നാട്ടിലൊന്നും പമ്പ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരില്ലേ? അല്ല, ഈ പമ്പ് അവിടെ നിന്നാണ് വാങ്ങിയത്. എത്രയാ വില? അപ്പോൾ പറഞ്ഞു 2 ലക്ഷത്തിൻ്റെ കുറച്ച് കൂടുതൽ വരും. അങ്ങനെ 2 പമ്പ് കൂടി 4 ലക്ഷം. എൻ്റെ കൂടെയുള്ള ചില ആളുകൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു ഇതൊരു 80,000 തൊട്ട് 1.25 ലക്ഷം വരെയാണ് വില വരുന്നത് ഗൂഗിളിലെ കണക്കനുസരിച്ച്. അപ്പോൾ ഈ 2-2.5 ലക്ഷമൊക്കെ വേറെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. പമ്പിൻ്റെ വില തന്നെയാണോ, അതിനിടയിൽ വേറെ ആർക്കെങ്കിലും പോയതാണോ? 2024 ഡിസംബറിലാണ് പമ്പ് വാങ്ങുന്നത്. 25 ജൂലൈയിലാണ് പമ്പ് അവിടെ സ്ഥാപിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ പമ്പ് തകരാറിലായി. 2025 ജൂലൈയിൽ സ്ഥാപിച്ച പമ്പ് സെപ്റ്റംബറിൽ തകരാറിലായി. സെപ്റ്റംബർ തൊട്ട് ഇന്നലത്തത് ഉൾപ്പെടെ 4 തവണ ഇതിനകം തകരാറിലായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ പമ്പ് സ്ഥാപിച്ച് 1 വർഷത്തിനിടയിൽ അവസാനത്തെ 9 മാസങ്ങൾക്കിടയിൽ 4 തവണ തകരാറിലായി. ഇനി ഈ പമ്പ് നന്നാക്കാൻ വേണ്ടി ഗാസിയാബാദിൽ നിന്ന് വരുന്ന ആളുകളെയും കാത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തെ ജനങ്ങൾ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരം ഏറ്റവും വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കഴക്കൂട്ടം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രദേശമാണ് കഴക്കൂട്ടം. ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഞാൻ ആകർഷിച്ചിരുന്നു നിയമസഭയിൽ. അദ്ദേഹം സമ്മതിച്ചു കഴക്കൂട്ടത്ത് രൂക്ഷമായിട്ടുള്ള ജലക്ഷാമമുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. മന്ത്രി സാറേ, അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളല്ലേ അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ടത്. ഇവിടെയുള്ള കൗൺസിലർമാരും സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങൾ, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ടാങ്കറാണ്, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ടാങ്കർ. വാട്ടർ അതോറിറ്റിയുടെ ടാങ്കർ 10,000 ലിറ്റർ അല്ലേ അർച്ചന? 10,000 ലിറ്ററിന്റെ ടാങ്കറേ ഉള്ളൂ. അവരുടെ കയ്യിൽ ചെറിയ ടാങ്കർ ഇല്ല. അതുകൊണ്ട് വാട്ടർ അതോറിറ്റി മെയിൻ റോഡിൽ മാത്രമേ ഓടുള്ളൂ, അകത്തെ റോഡുകളിലേക്ക് ഓടില്ല. അപ്പോൾ കഴക്കൂട്ടത്തെ 3 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനത്തിനെതിരായിട്ട് ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ മേലാളന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം കഴക്കൂട്ടത്ത് സമരം ചെയ്തുകൊണ്ട് ഇവരുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഇവരുടെ കൺമുന്നിൽ നേരിട്ട് വന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം, ആ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താ? സർക്കാർ ഇപ്പോഴും പിണറായിയുടെ അതേ ശൈലിയിലാണ്. പ്രഖ്യാപനങ്ങൾ, ഉദ്ഘാടനങ്ങൾ. കഴിഞ്ഞ ദിവസം 50 ദിവസം വിസ്മയ ദിനങ്ങളെ ആഘോഷിക്കുന്നത് കണ്ടു VD സതീശൻ. മെഡിക്കൽ കോളേജിൽ കെ മുരളീധരൻ ഒരു പുതിയ വലിയ ബോർഡ് വെച്ചിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു. 50 വിസ്മയ ദിനങ്ങൾ. ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാത്ത ആൾക്കാരാണോ 50 വിസ്മയ ദിനങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ ഈ വിസ്മയ ദിനം ആഘോഷിച്ചതിൻ്റെ തലേ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കാണ്. ആ OP ബ്ലോക്കിലെ 3 നിലയിലും പോയിട്ട് ഒരു നിലയിൽ അവിടെ വെള്ളം കൊടുക്കാനുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളമില്ല. ബാക്കിയുള്ള 2 നിലയിൽ വലിയ ജാറ് വെച്ചിട്ടുണ്ട്, ജാറിൽ വെള്ളമില്ല. ജാറിൻ്റെ കൂടെ
ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മെഡിക്കൽ കോളേജിൽ വരുന്ന പലതരം അസുഖങ്ങളുള്ള ആളുകൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണോ ഈ ശുദ്ധജലം കുടിക്കേണ്ടത്? അസുഖമില്ലാത്തവനും കൂടി അസുഖമാവുന്ന സാഹചര്യം, ആ സാഹചര്യമല്ലേ ഉണ്ടാവുക? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിഹാരമില്ല. ഞാൻ ചോദിച്ചു, ഈ ഹൗസ് കീപ്പിങ്ങിന്റെ ഏർപ്പാട് നോക്കുന്ന ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഇതിൽ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. പക്ഷേ മന്ത്രിക്ക് വിസ്മയ ദിനം ആഘോഷിച്ചേ പറ്റൂ. 50 ദിവസത്തെ വിസ്മയം. കാരണം പിണറായി വിജയൻ നടത്തിയ ഒരു പാരമ്പര്യം അത് തുടരുകയാണ് സതീശനും. പിണറായി വിജയൻ പാറ പൊട്ടിച്ച് ഈ നാട്ടിൽ അപകടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മുഖ്യമന്ത്രിയാണ്. മേപ്പാടിയിലെ കാര്യം നമ്മൾ കണ്ടതാ. ഈ രാജ്യത്ത് ഇതുവരെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് പാറ പൊട്ടിക്കാൻ പോയിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രി പാറ പൊട്ടിക്കാൻ പോയി, എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ഇതാ പുതിയ വികസനത്തിന്റെ പുതിയ പുത്തൻ കുതിപ്പ് വരികയാണ്. അവസാനം എന്താ സംഭവിച്ചത്? 7 പേർ അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. മേപ്പാടിയിലെ ദുരന്തം, ആ ദുരന്തം ഉണ്ടാക്കിയത് കഴിഞ്ഞ സർക്കാരാണ്. ആ സർക്കാരിന്റെ വികലമായിട്ടുള്ള നയങ്ങളാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അത് നിർത്തിവെച്ചോ? ഇല്ല. അപ്പൊ സതീശൻ പിണറായിയുടെ വഴി, ആ വഴി പിന്തുടർന്നുകൊണ്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഉദ്ഘാടനങ്ങളുടെ മാമാങ്കങ്ങളല്ല, പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്. ഞങ്ങള് കുടിവെള്ളമാണ് ചോദിക്കുന്നത്, ബക്കാടിയല്ല. കഴക്കൂട്ട ജനങ്ങൾക്ക് ബക്കാടി വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ബക്കാടിക്ക് വേണ്ടിയിട്ട് നികുതി കുറക്കാൻ, ബക്കാടിക്ക് വരാൻ വേണ്ടിയിട്ട് നിയമമുണ്ടാക്കാൻ, ബക്കാടിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ അതിനു വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നതിന് ശേഷം ഇനി മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കുടിവെള്ളത്തിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ബക്കാടിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ എത്ര നേരമാണ് ഈ ചർച്ച നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമാണ് വേണ്ടത്. ആ കുടിവെള്ളം തരാൻ കഴിയുന്ന ജലസ്രോതസ്സുകളുടെ സ്ഥിതി എന്താ? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം തെറ്റിയാർ കാണാൻ പോയി. തോടേതാ ചളി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് തെറ്റിയാർ. കഴിഞ്ഞ MLA അദ്ദേഹം പറഞ്ഞത് തെറ്റിയാറിൽ തെളിനീരൊഴുക്കും, തെറ്റിയാറിൽ തെളിനീരൊഴുക്കും, തെളിനീരൊഴുകുന്ന നവകേരളം ഉണ്ടാവും. അവിടെ ഞാൻ ചെന്നപ്പോ ചളി ഏതാ, നദി ഏതാ, തോടേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതാണ് കഴക്കൂട്ടത്തെ സ്ഥിതി. അതുകൊണ്ട് ഈ സാഹചര്യം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി സമ്മതിച്ചു. മന്ത്രി സമ്മതിച്ചതിന് ശേഷം ഇപ്പൊ ദിവസം 10 ദിവസം കഴിഞ്ഞു. ഈ ഗാസിയാബാദിൽ നിന്ന് ടെക്നീഷ്യൻ വരുന്ന സാഹചര്യം ഒഴിവാക്കി. കാരണം അവിടുത്തെ ഇപ്പം മോണോ പമ്പാണ് വർക്ക് ചെയ്യുന്നത്. 2 പമ്പുകൾ, വെള്ളത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പ്. ആ പമ്പ് പ്രവർത്തനരഹിതമായിട്ട് വെള്ളിയാഴ്ച തുടങ്ങി, ഇന്ന് 4-ാം ദിവസമാണ്. അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ്, ആഴ്ചയിൽ 2 ദിവസമാണ് പമ്പ് ചെയ്യുന്നത്. ഈ 2 ദിവസത്തെ പമ്പിങ്, ആദ്യത്തെ ദിവസം 24 മണിക്കൂറിൽ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മോണോ പമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ചൊവ്വാഴ്ചത്തെ പമ്പിങ് നാളെ തുടങ്ങുമ്പോൾ ഈ മോണോ പമ്പ് തകരാറിലായിരുന്നിരിക്കട്ടെ, അടുത്ത ദിവസങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് കഴക്കൂട്ടത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കണം. ഈ ജല അതോറിറ്റിയിലുള്ള മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ണു തുറക്കണം. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം, ദാഹജലം നൽകാനുള്ള നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ സമരം ഇവിടെ ഇത്രയേ പോലീസുകാരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്രയും ആൾക്കാർ വന്നാൽ മതി എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത്രയും പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇത് പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കി ആൾക്കാരെയും കൂടി വിളിക്കേണ്ടി വരും. കുടിവെള്ളം കിട്ടാത്ത ആൾക്കാർ ധാരാളം പേരുണ്ട്, അവരെല്ലാവരെയും ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സമരം ഇതൊരു സൂചന മാത്രം. ഇത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ചുമതല നോക്കുന്ന ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കാൻ വേണ്ടി മാത്രമാണ് സമരം. അതുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധ സമരം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരമുണ്ടാകണം. ഈ പമ്പിന്റെ കേടുപാടുകൾ തീർത്ത്
അടിയന്തരമായി അത് പ്രവർത്തനക്ഷമമാക്കണം. കടക്കോട്ടത്തോട് നിരന്തരമായിട്ട് കാണിക്കുന്ന അവഗണന. ഞങ്ങൾ അടുത്ത സമരത്തിന് അവിടെ ആൾക്കാർ ആവശ്യപ്പെട്ടു തുടങ്ങി. കാരണം ശ്രീകാര്യത്തെ ഗതാഗത കുരുക്ക്, ശ്രീകാര്യത്തെ പാലം നമ്മുടെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി 2025 ജനുവരി മാസം പണി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് 18 മാസം കൊണ്ട് ഈ പണി പൂർത്തിയാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ച് പറഞ്ഞത് മേൽപ്പാലത്തിന്റെ ഡ്രോയിങ് അടക്കം പൂർത്തിയായിട്ടില്ല. ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഏതാണ്ട് 14 മാസങ്ങൾക്ക് ശേഷവും ഡ്രോയിങ് പൂർത്തിയായിട്ടില്ല. മേൽപ്പാലത്തിന്റെ സൈഡിലുള്ള സർവീസ് റോഡിന്റെ പണിയാണ് ഇപ്പൊ നടക്കുന്നത്. അടുത്ത സമരം അവിടെ ആളുകൾ ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസ്സുകാർ അവിടെ സമരം നടത്തി. ആർക്കെതിരായ അവർ സമരം നടത്തുന്ന അറിയില്ല. നരേന്ദ്രമോദിയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ധാരണയിലാണോ അവർ സമരം നടത്തുന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാര് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിച്ച്, ഉദ്ഘാടന മാമാങ്കങ്ങൾ അവസാനിപ്പിച്ച്, ജനങ്ങൾ നേരിടുന്ന അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ബോലോ ഭാരത് മാതാ കി ഭാരത് മാതാ കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി ശ്രീ ചെമ്പഴന്തി ഉദയൻ അവർ ആദരവോടെ ക്ഷണിച്ചോളൂ. കുടിവെള്ള ടാങ്കറുകൾ എങ്ങനെയാണ് പോകുന്നത്? വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാതെ വരുമ്പോൾ, വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ നഗരസഭയുടെ ഓൺലൈൻ ബുക്ക് ചെയ്ത് സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും പണമടച്ചുകൊണ്ട് 4500 രൂപയും പണമടച്ചുകൊണ്ട് ഓടുന്ന ടാങ്കറുകളും നഗരസഭ സൗജന്യമായി എത്തിക്കുന്ന ടാങ്കറുകളുമാണ് ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെതായ ഒരു ദൗത്യമെന്ന് പറയാൻ, നഗരസഭയുടെ ദൗത്യമെന്ന് പറയാനായി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ടാങ്കർ വിലക്കെടുത്ത് കൊടുക്കേണ്ടി വരുന്നത്? വാട്ടർ അതോറിറ്റിക്ക് വെള്ളക്ഷാമം ഉണ്ടായാൽ അവർക്ക് സ്വന്തമായി എത്ര ടാങ്കറുണ്ട്? 10,000-ന്റെ ഒന്നായിരിക്കും, 20,000-ന്റെ ഒന്നായിരിക്കും. അതുകൊണ്ടാണ് 10 ലക്ഷത്തിൽ പേർ വരുന്ന നഗരവാസികൾക്ക് വെള്ളം കൊടുക്കുവാൻ ലക്ഷക്കണക്കിന് ശുദ്ധജലം വേണ്ടി വരുന്ന ദിവസങ്ങളിൽ 10,000-ന്റെയും 20,000-ന്റെയും ടാങ്കർ ഓടിയാൽ മതി. നഗരസഭ അതേപോലെ തന്നെ ഒരു വാർഡിൽ ഒരു ടാങ്കർ എന്ന മുതലേക്ക് പോലും വെള്ളം കൊടുത്താൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ഇവിടുത്തെ അമ്മ സഹോദരിമാർ അതേപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ തന്നെ വെള്ളത്തിന് വേണ്ടി വലിയ ഭീമമായിട്ടുള്ള തുക മുടക്കേണ്ടതായി വരുന്നു. ദുരിതങ്ങളോ? ടാങ്കർ പോലുള്ള എല്ലാ സ്ഥലത്തും ടാങ്കർ പോലുള്ള റോഡുകളുണ്ടോ? ടാങ്കറിൽ വെള്ളം കൊടുത്താൽ വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഈ ടാങ്കറിൽ കൊടുക്കുന്ന വെള്ളം അത് അടച്ചു വയ്ക്കുവാനുള്ള പാത്രങ്ങൾ എല്ലാ വീട്ടുകാർക്കുമുണ്ടോ? അങ്ങനെ കുടിവെള്ളത്തിന് വേണ്ടി കഴിഞ്ഞ 10 മാസക്കാലമായി ദുരിതമനുഭവിക്കുകയാണ്. ബോധപൂർവം ഈ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കിയിരിക്കുകയാണ്. പോരാട്ടതുകൊണ്ട് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJP നഗരഭരണം നടത്തുന്നു. BJPക്ക് 2 MLA-മാരെ കിട്ടി. അതിന്റെ പേരിൽ കുടിവെള്ളം ലഭ്യമാകാതിരിക്കാനുള്ള ഇവിടുത്തെ ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അതേപോലെ തന്നെ ടാങ്കർ മുതലാളിമാരുമായി നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുടിവെള്ള ദുരിതം, കുടിവെള്ളം കിട്ടാതിരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോ വാട്ടർ അതോറിറ്റി നേതൃത്വം കൊടുക്കുന്ന ജലവകുപ്പ് മന്ത്രിയോ ഒന്ന് വിശദീകരിക്കുവാൻ BJP വെല്ലുവിളിക്കുകയാണ്. നഗരസഭയുടെ കുഴപ്പം എന്താണോ? നഗരസഭ ലൈൻ പോവാൻ റോഡ് വെട്ടാൻ അനുവാദം കൊടുക്കുന്നില്ല. MLA-യുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരത്തിന് അതിന് വിജയമുണ്ടാവും. ആ വിജയം വരെ ഈ സമരം പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കറിയില്ലല്ലോ വിഷയം, ഡീറ്റെയിൽസ് അറിയില്ലേ? പത്രങ്ങളിൽ നിങ്ങൾ എഴുതുന്നത് വായിച്ചു, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. എനിക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ അറിയില്ല. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. സമ്മതിച്ച കാര്യം പിന്നെ എന്നോട് ചോദിക്കണ്ട. എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ സത്യം ഏതാ കള്ളം ഏതാ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നിങ്ങൾ കാണുക.
എന്നിട്ട് സംസാരിക്കും. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എഴുതിയത് എന്താണെന്ന്. ഞാൻ നോക്കിയിട്ട് പറയാം. അത് പാർട്ടി ചർച്ച ചെയ്തിട്ട് പറയുമല്ലോ. അല്ല, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാനത് എഴുതിയത് കാണണ്ടേ, ഇത് കണ്ടിട്ടില്ല. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാത്ത കാര്യം വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സർവ്വവിജ്ഞാന കോശമൊന്നുമല്ലല്ലോ. ശരി, അല്ല, നിങ്ങളേതായാലും വന്ന സ്ഥിതിയിൽ എനിക്കങ്ങോട്ടൊരു ചോദിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു വിഷയം ഈ പറഞ്ഞതൊക്കെയാണ്. നിങ്ങൾ സാവരിയ ബസന്ത് എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ഒരു പെൺകുട്ടി അവിടെ തലക്കടിച്ച് കൊലപ്പെടുത്തപ്പെട്ടു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ചോദിക്കാനില്ല. എന്തന്വേഷണം? ക്രൈംബ്രാഞ്ച് എവിടെയാണ് അന്വേഷിക്കുക? അല്ല, അതൊന്നും പറഞ്ഞ അല്ല, നിങ്ങൾ ഉത്തരം പറയുന്ന ആളായതുകൊണ്ട്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളായതുകൊണ്ട് ഇതിനും ഉത്തരം ഉണ്ടാവുമല്ലോ. ക്രൈംബ്രാഞ്ച് എവിടെയാണ് അന്വേഷിക്കുക? അങ്ങനെ പറയും. ക്രൈംബ്രാഞ്ചാണോ ഉസ്ബെക്കിസ്ഥാനിൽ അന്വേഷിക്കാൻ പോകുന്നത്? ക്രൈംബ്രാഞ്ച് അതിനെ അവിടെ മതപരിവർത്തന ശ്രമം നടന്നു. ഇതിനെ അപലപിക്കാൻ എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? എന്താ ആഭ്യന്തരമന്ത്രി മിണ്ടാത്തത് അക്കാര്യത്തിൽ? അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ആവശ്യമായതിന്റെ 35% മുതൽ 40% വരെ മാത്രം വെള്ളമാണ് നിലവിൽ വിതരണം ചെയ്യുന്നത് എന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അരുവിക്കരയിൽ നിന്നുള്ള പഴയ പൈപ്പ് ലൈനുകളിലെ ചോർച്ചയും ചന്തവിള, കട്ടയ്ക്കോട് പ്രദേശങ്ങളിൽ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിലെ കാലതാമസവുമാണ് പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയത്. നവീകരണ ജോലികൾ വേഗത്തിലാക്കി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ തീരുമാനം. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ മാർച്ച് നൽകുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.